റേഡിയോയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിലും സംസാരിച്ചത്. മാറുന്ന ലോകത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് റേഡിയോയും മാറിക്കൊണ്ടിരിക്കുന്നു. ആകാശവാണിയിൽ തുടങ്ങി പോഡ്കാസ്റ്റിൽ വരെ ഇന്ന് എത്തിയിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് ചെയ്യുന്നത് കച്ചവടം എന്ന് പറയുന്നത് മോശം എന്നുള്ള അർത്ഥത്തിലല്ല, അത് അമിതമായി വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കച്ചവടക്കാരാണ് തീരുമാനിക്കുന്നത് എന്ത് കാണണം, എങ്ങനെ നമ്മൾ സമൂഹത്തിൽ ഇടപെടണം എന്നുള്ള രീതിയിൽ. നമുക്കറിയാം അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ആകാശവാണി നിലനിൽക്കുന്നത്. റേഡിയോ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള മറ്റൊരു പേരാണ് ലീ ദ ഫോറസ്റ്റ്. ആധുനിക റേഡിയോയുടെ പിതാവ് എന്ന് ലീ ദ ഫോറസ്റ്റിനെ വിളിക്കാറുണ്ട്. റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ 40-ാം വാർഷികത്തിൽ ലീ ദ ഫോറസ്റ്റ് വളരെ ദുഃഖിതനായാണ് കാണപ്പെട്ടത്. അതിന് കാരണമുണ്ട്. അദ്ദേഹം ആദ്യമായി റേഡിയോയും മറ്റും കൊണ്ടുവരുമ്പോൾ അദ്ദേഹം കരുതിയത് ഈ റേഡിയോ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാംസ്കാരിക ഉന്നമനത്തിന് സഹായിക്കുന്ന ഒരു മാധ്യമമായി മാറുമെന്നാണ്. അതുകൊണ്ട് തന്നെ റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ 40-ാം വാർഷികത്തിൽ ആ പ്രക്ഷേപകർക്ക് നൽകിയ ഒരു സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ വഷളാക്കി എന്നാണ്. യു ഹാവ് ഡീബേസ്ഡ് മൈ ചൈൽഡ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഉന്നതമായ ആശയങ്ങളോടുകൂടി കൊണ്ടുവന്ന റേഡിയോ എന്ന മാധ്യമത്തെ നിങ്ങളൊരു കച്ചവട മാധ്യമമാക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. ട്രൈ ആൻഡ് ബൈ എന്നുള്ള ഒരു മാധ്യമമാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ യു ഹാവ് ഡീബേസ്ഡ് മൈ ചൈൽഡ്. ഒരു തരത്തിൽ ഈ മാറിയ സാഹചര്യത്തിൽ നമ്മുടെ പൊതുവേയുള്ളൊരു കാഴ്ചപ്പാടും പൊതുവെ ഉപരിപ്ലവമായ രീതിയിൽ കാര്യങ്ങൾ കാണുന്ന ഒരവസ്ഥയിലും ആകാശവാണി നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമ്മുടെ ഒരു ജൈവകൃഷി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണോ അതുപോലെയാണ് ഈ മാധ്യമരംഗത്ത് ആകാശവാണി എന്ന് പറയുന്നത്. സൈക്കിളിൻ്റെ കണ്ടുപിടുത്തം പോലെ റേഡിയോയും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലാതെ ആവുന്നില്ല. നമുക്കിന്നറിയാം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതകളും പ്രാധാന്യവും. അത് മനസ്സിലാക്കിക്കൊണ്ട് റേഡിയോ എന്ന മാധ്യമത്തെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റും. ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന റേഡിയോ. ഈ റേഡിയോ ആയിരുന്നു ആദ്യകാലത്ത് സാധാരണക്കാരൻ്റെ വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള മാധ്യമം. സർക്കാരും ഇതേ മാധ്യമത്തിൽ തന്നെയാണ് ഈ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത്. പത്രം വായിക്കാൻ അറിയാത്തവർക്കും റേഡിയോ കേൾക്കാം, ആസ്വദിക്കാം, വാർത്തകളും വിവരങ്ങളും അറിയാം. നമ്മൾ റേഡിയോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടെലിവിഷൻ്റെ ആവിർഭാവത്തിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അന്നത്തെ കാര്യങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള ഒരു ജനതയെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യം ഒന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് കൃഷിയെക്കുറിച്ച്, കാർഷിക രംഗം. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. അന്നമൂട്ടുന്ന കർഷകന് പാദ നമസ്കാരം. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ചിങ്ങമാസം പിറക്കുന്നത് വിളവെടുപ്പിന്റെ ആഘോഷത്തിമിർപ്പും കർഷകന്റെ സന്തോഷത്തിമിർപ്പുമായാണ്. കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു എന്നാണല്ലോ പഴയ കർഷകന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ചിങ്ങമാസം കർഷകന്റെ മാസമാണ്. ചിങ്ങം 1 കർഷക ദിനമാണ്. ഇക്കുറി കർഷക ദിനത്തിന് സവിശേഷമായ പ്രാധാന്യങ്ങളേറെ. അതോടൊപ്പം രാജ്യത്തിൻ്റെ അതിർത്തിയിൽ അസ്വസ്ഥതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ദുരന്തപൂർണമായ പശ്ചാത്തലത്തിലാണ് ഇക്കുറി കർഷക ദിനം. പ്രാദേശികമായ പ്രശ്നങ്ങൾ തൊട്ട് ഇപ്പോൾ ഈ വർഷം മില്ലറ്റ് ഇയറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളൊരു 20ഓളം എപ്പിസോഡുകളിലൂടെ ഈ ചെറുധാന്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ കേരളത്തിലുള്ള കൃഷിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
റാഗിയൊക്കെ കേരളത്തിൽ വളരെ വിപുലമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് നമ്മൾ ഒരേ സമയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ്, നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമാണ്, ഇങ്ങനെയുള്ള ഒരു സർവ്വതലത്തിലും നമ്മൾ അതിനെ സ്പർശിക്കുന്ന രീതിയിൽ സമഗ്രതയോടുകൂടി ജനങ്ങളെ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ജീവിതത്തെ സമീപിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുക. പ്രാദേശികമായ വികാസം റേഡിയോ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു. ഒപ്പം ഭാഷകളുടെ ഏകീകരണവും റേഡിയോ നടത്തി, അഥവാ ഇന്നും നടത്തുന്നു. റേഡിയോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം. ആകാശവാണി നടത്തുന്നു എന്നതാണ് ശരി. ഭാഷകളുടെ ഏകീകരണം അതുകൂടി റേഡിയോയുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നമ്മൾ കേൾക്കുന്ന ഇംഗ്ലീഷ് മാത്രമല്ല, നിരവധിയായ ഇംഗ്ലീഷ് രൂപഭേദങ്ങളും വകഭേദങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. നമ്മൾ ഈ കേരളം ഒരു ചെറിയ ഭൂപ്രദേശമാണ്. ഇവിടെ എത്ര മലയാളം എന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണി പറയാൻ കഴിയില്ല. കാസർഗോട്ടെ മലയാളം തിരുവനന്തപുരം വരെ പോകേണ്ട, എറണാകുളത്ത് ഇരുന്ന് കേട്ടാൽ പോലും മനസ്സിലാവില്ല പലപ്പോഴും. തൃശ്ശൂർ, കുന്നംകുളം ആ ഭാഗത്തെ മലയാളത്തിൻ്റെ പ്രത്യേകത. ഓരോ പ്രദേശവാസികൾക്കും അതിനോട് താല്പര്യമുണ്ടാകും, അത് അവരുടെ അഭിമാനം ആയിരിക്കും. പക്ഷെ ഇതിനെല്ലാം ഇടയ്ക്ക് ഒരു പൊതുവായ ഭാഷാ രീതി രൂപപ്പെട്ടു വരണം. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ആ ജോലി, ചരിത്രപരമായ കർത്തവ്യം നിർവഹിച്ചത് BBC ആയിരുന്നു, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അവരാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു ഏകീകൃത രൂപം നൽകിയത്. ആ രൂപത്തിന് വിപുലമായ സ്വീകാര്യതയും ഉണ്ടാക്കി കൊടുക്കാൻ BBCക്ക് കഴിഞ്ഞു. Let's go. Up close with Clara and Fo right here sitting Love how next you to say me. my name. Ed Sheeran performing live. This song's a bit of a banger. Hi. You are about to watch Royal Blood for Radio 1's big weekend. So let's do it. I'm finally out. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ആകാശവാണിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആകാശവാണിയുടേതായ ഒരു ഭാഷയുണ്ട്. നമ്മൾ നാട്ടിൻ പുറത്ത് കേൾക്കുന്ന മലയാളം അല്ല ആകാശവാണിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അവ ഈ പ്രാദേശികമായ വകഭേദങ്ങളെയും രൂപഭേദങ്ങളെയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് എന്താണ് ശരിയായ മലയാളം എന്ന ഒന്ന് അവതരിപ്പിക്കാൻ ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റു രീതിയിലുള്ള പ്രാദേശിക വകഭേദങ്ങളുടെ ആസ്വാദ്യത ഒക്കെ സിനിമയിൽ ആസ്വദിക്കാം. ഇന്നസെൻ്റ് പറയുന്ന മലയാളം, മാമുക്കോയ പറയുന്ന മലയാളം, അതിനൊക്കെ, അല്ലെങ്കിൽ വെഞ്ഞാറമൂട് പറയുന്ന മലയാളം, അതിനൊക്കെ പ്രത്യേകതകളുണ്ട്. ആ കഥാപാത്രം ഒരു സന്ദർഭത്തിൽ അത് പറയുമ്പോൾ അവർ നമ്മെ രസിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് അങ്ങനെ പലതരത്തിലുള്ള വകഭേദങ്ങൾക്ക് വിധേയമാകുന്നതിനേക്കാൾ നല്ലത് ഏകീകൃത രൂപം ഉണ്ടാകണം. അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് മലയാളം ഉണ്ടാവണം. അക്ഷരത്തിൻ്റെ കാര്യത്തിലും അർത്ഥത്തിൻ്റെ കാര്യത്തിലും ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഉണ്ടാകണം. ആ ജോലി അതൊരു നിസ്സാര ജോലിയല്ല. ആ ജോലി നിർവഹിക്കുന്നത് ആകാശവാണിയാണ്. വാർത്തകളുടെ കാര്യമാണ് ഇനി നോക്കേണ്ടത്. ആകാശവാണി സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ വിശ്വാസ്യതയുടെ കാര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടോ? ആകാശവാണിക്ക് ഒരു ദുഷ്പേര് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അത് ആ വാക്ക് ഉപയോഗിക്കാം. പണ്ടേ ഉണ്ടായിരുന്നത് അത് സർക്കാരിൻ്റെ സ്ഥാപനമാണ് എന്നുള്ളതായിരുന്നു. സർക്കാരിൻ്റെ സ്ഥാപനങ്ങളോട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിപത്തി കുറയും. കാരണം നമുക്ക് വേണ്ടത് സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഇല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വാർത്താ വിതരണ സംവിധാനങ്ങളിലാണ് നമുക്ക് വിശ്വാസമുള്ളത്. ആകാശവാണിക്ക് അതുകൊണ്ട് തന്നെ വിശ്വാസ്യത അല്പം കുറവായിരുന്നു. വിശ്വാസ്യതയുടെ കാര്യത്തിലും അതൊരിക്കലും താഴോട്ട് പോയിട്ടില്ല. കാരണം നമ്മൾ ഒരു നിഗമനം വെച്ചുകൊണ്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കാറില്ല. അതുപോലെ തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവർ, കർഷകർ, നമുക്ക് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു റേഡിയോ നിലയം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ചാർട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്ര ക്ലാസിക്കൽ മ്യൂസിക്കാണ്, എത്ര നാടൻ പാട്ടുകളാണ് അവിടെ പ്രക്ഷേപണം ചെയ്യുന്നത്. കാരണം ഒരു
കേരളത്തിലെ ഏതെങ്കിലും ഒരു നാടൻ പാട്ടിൻ്റെ ഒരു സംഘമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടികളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആകാശവാണിയിൽ അത് റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തിരിക്കും. അതിനുള്ള പ്രതിഫലവും കൊടുക്കും. അപ്പോൾ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടൻ കലാരൂപങ്ങളുടെ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ റേഡിയോയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നിരന്തരം പ്രക്ഷേപണം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തുകയും കലാകാരന്മാർക്ക് ഒരു പിന്തുണയുമായിട്ട് ആകാശവാണി നിലനിൽക്കുകയും ചെയ്തു. ഇത് നാടൻ പാട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മ്യൂസിക് തന്നെ, നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക് തന്നെ പല ഗ്രേഡായി തിരിച്ചുകൊണ്ട് അവരുടെ അതിനനുസരിച്ചുള്ള പ്രതിഫലം കൊടുത്തുകൊണ്ട് സംഗീതവും നിരന്തരം പ്രക്ഷേപണം ചെയ്യുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ, കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഓരോ സമയത്തും കോവിഡ് കാലത്ത് വളരെ വിപുലമായ രീതിയിലുള്ള പ്രക്ഷേപണ പരമ്പരയായിരുന്നു. നമുക്കൊരു വാക്സിൻ മാത്രമല്ല, മരുന്ന് മാത്രമല്ല, ആശുപത്രി മാത്രമല്ല, നല്ല ഭക്ഷണവും നല്ല വെള്ളവും വായുവും ഇതെല്ലാം കൂടി ചേർന്ന ഒരു ആവാസ വ്യവസ്ഥയിലാണ് നമ്മുടെ പ്രതിരോധം എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചി നിലയം ധാരാളം നിരന്തരം പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. നമ്മൾക്ക് അതെപ്പോഴും നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത് ജനങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഒരു ശക്തി അറിയണമെങ്കിൽ കൊച്ചി നിലയം അതിൻ്റെ ട്രാൻസ്മിഷൻ നിർത്താൻ പോയപ്പോൾ ജനങ്ങൾ വന്ന് സമരം ചെയ്യുകയും വീണ്ടും അത് തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാധ്യമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക, ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുക, അത് ജനങ്ങളുടെ മുൻകൈയിൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. റേഡിയോയുടെ സുവർണ കാലഘട്ടം തീർന്നു, വീണ്ടും തെറ്റി. ആകാശവാണിയുടെ സുവർണ കാലഘട്ടം അവസാനിച്ചു. പഴയകാലത്തിൻ്റെ ഒരു നിഴൽ മാത്രമല്ലേ ഇന്ന് ആകാശവാണി? അത് ആ ചോദ്യത്തിലൊരു തെറ്റുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മളതിങ്ങനെ ലേബൽ ചെയ്യുന്നതാണ് സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. അന്ന് മറ്റ് മാധ്യമങ്ങളില്ലാതെ കൊണ്ട് ജനങ്ങൾ ധാരാളമായിട്ട് അത് കേട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ ഇത്രയൊക്കെ പരസ്യ പ്രചരണങ്ങളുണ്ടായിട്ട് പോലും റേഡിയോയുടെ കേൾവിക്കൊരു കുറവും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത് മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടതുള്ളത്. കാരണം പണവും അതുപോലെ തന്നെ സജ്ജീകരണങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളാണ് നമ്പർ 1 എന്നോ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ ചിലവഴിക്കുന്നതെന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് അടയാളപ്പെടുത്താൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനഹൃദയങ്ങളിൽ നമുക്കിപ്പോഴും അത് സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഈ FM കൂടി വന്നതോടുകൂടി നമുക്ക് പുതിയ പുതിയ രീതിയിൽ ഇപ്പോൾ ലൈവായിട്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ വന്നതോടുകൂടി റേഡിയോ അതിൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ആകാശവാണി കൊച്ചി നിലയം ഡയറക്ടർ ബാലേട്ടൻ തീർത്തും ശരിയാണെന്ന് തോന്നുന്നു. റേഡിയോ എന്ന് പറയുമ്പോൾ, കേൾക്കുമ്പോൾ ഇന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആകാശവാണി തന്നെ. മറ്റെല്ലാത്തിനെയും നമ്മൾ FM എന്ന പേര് കൂട്ടിയാണ് വിളിക്കാറ്. എനിവേ, റേഡിയോയുടെ സാങ്കേതികതയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ AM, ഷോർട്ട് വേവ്, FM എന്നിങ്ങനെ 3ഉം ഒപ്പം ഇൻ്റർനെറ്റ് റേഡിയോകളും ഇന്ന് മാധ്യമരംഗത്ത് മത്സരിച്ച് നിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഒരു റേഡിയോയും മറ്റേത് മാധ്യമത്തിനും പിന്നിലല്ല എന്ന് തിരിച്ചറിയാം. ഇന്ന് റേഡിയോയുമായി ബന്ധപ്പെട്ട് വളരെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ FM എന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ. 2 രീതികളിലാണ് റേഡിയോ പ്രക്ഷേപണം നടന്നിട്ടുള്ളത്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഒന്ന് AM റേഡിയോ, പിന്നെ ഷോർട്ട് വേവ് ഉണ്ട്, പിന്നെ പ്രശസ്തമായത് ഈ FM ആണ്. എഡ്വിൻ ആംസ്ട്രോങ് എന്ന ഒരാളാണ് ഈ FM എന്ന സാങ്കേതികവിദ്യ കൊണ്ടുവന്നത്. അയാളൊരു എഞ്ചിനീയറായിരുന്നു. വളരെ താല്പര്യത്തോടുകൂടി ചെറുപ്പകാലം തൊട്ടേ ഈ വയർലെസ് എന്ന ഒരു ആശയത്തോട് അങ്ങ് ആകർഷണമായിട്ട് വലിയ വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയ ഒരാളായിരുന്നു. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തി ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി കൊണ്ടുവരുമ്പോൾ പേറ്റൻറ്റ് സംബന്ധിച്ച ഒരു കേസ് ഉണ്ടാകുന്നു. ലീ ദ ഫോറസ്റ്റ് ആയിരുന്നു ഇദ്ദേഹത്തിനെതിരായി നിന്നത്. ഒടുവിൽ 3-4 വർഷം ആ കേസ് പറഞ്ഞതിന് ശേഷം അന്നത്തെ ഒരു വിധി ആംസ്ട്രോങ്ങിന് അനുകൂലമായിട്ടല്ല വന്നത്. അതുകൊണ്ട് കേസ് തോറ്റതിൽ നിരാശനായി അയാൾ കുറേ കാലം നടന്നു. പിന്നീട് വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെയാണ് ഈ FM എന്നൊരു സാങ്കേതികവിദ്യ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. പക്ഷേ FM സാങ്കേതികവിദ്യ വെച്ച് അദ്ദേഹം ആദ്യത്തെ ഒരു FM സ്റ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കേസ് വരുന്നു. പേറ്റൻറ്റ് സംബന്ധിച്ച കേസ്, അതായത് ബൗദ്ധിക സ്വത്തവകാശം പ്രമാണിച്ചുള്ള കേസ്. ഈ കേസും കൂടെ ആയപ്പോൾ ആംസ്ട്രോങ് മാനസികമായി തളർന്നു. ഒടുവിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ലോകമെമ്പാടും FM സാങ്കേതികവിദ്യ പ്രചാരം നേടി. ഇന്ന് FM സ്റ്റേഷനുകൾ ലോകത്തെല്ലായിടത്തും മുളച്ചു കഴിയുമ്പോൾ ആരും ആംസ്ട്രോങ്ങിനെ ഓർക്കാറില്ല.
നമ്മുടെ പ്രത്യേകിച്ച് ഈ FM പോലുള്ള ഈ ഒരു മാറ്റം വന്നതിന് ശേഷം റേഡിയോ അതിവേഗത്തിലാണ് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് റേഡിയോ ശരിക്കും നമ്മുടെ മനസ്സിലാണ് അതിൻ്റെ ദൃശ്യം നമ്മൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിസ്മയകരമായ ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ടെലിവിഷന് എല്ലാം കാണിക്കാം, അവരുടെ ക്യാമറയിലൂടെ ആക്ഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. പക്ഷെ അങ്ങനെ ഇല്ലാതെ ശബ്ദം മാത്രം ഉപാധിയായി ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് റേഡിയോ. പക്ഷെ എത്ര ഫലപ്രദമായിട്ടാണ് പണ്ട് കാലത്ത് അവരൊരു വള്ളംകളി അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ടെലിവിഷനിൽ വള്ളംകളി കണ്ടാലും നമുക്ക് അത്രയും ഉത്സാഹം ഉണ്ടാവില്ല, ഉത്സാഹം വരില്ല. പക്ഷെ അന്ന് നമ്മുടെ കൈവാപ്പറമ്പൻ തുടങ്ങിയ കമൻറ്റേറ്റർമാർ അവരവരുടെ ആ ശബ്ദവിന്യാസം, വാക്കുകൾ അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ആ ആറ്റുതീരത്തിരുന്ന് വള്ളംകളി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതീതി അവർ ഉണ്ടാക്കിയിരുന്നു. ദൃശ്യം എപ്പോഴും നമ്മളെ വളരെ ഉപരിപ്ലവമായിട്ട് കാര്യങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് ശബ്ദത്തിലൂടെ, ശബ്ദത്തിൻ്റെ സാധ്യതകളിലൂടെ നമുക്ക് ഈ ലോകത്തെ കാണാനും വളരെ യാഥാർത്ഥ്യത്തോടുകൂടി ലോകത്തെ ജീവിക്കാനും, അത് പ്രതിരോധത്തിനാവാം, നമുക്ക് ആസ്വാദനത്തിനാവാം, നമുക്കൊരു മാധ്യമം എന്നുള്ള രീതിയിലാവാം, ഏത് രീതിയിലും നമുക്ക് ഈ റേഡിയോയെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയല്ലേ ഫുട്ബോൾ മത്സരങ്ങൾ, അവരിങ്ങനെ പന്തുമായി ഗോൾ മുഖത്തേക്ക് ഒരു കളിക്കാരൻ കയറുമ്പോൾ നമുക്ക് തരുന്നൊരു ആവേശമുണ്ടല്ലോ. സന്തോഷ് ട്രോഫി പറയുമ്പോൾ ഒടുവിൽ അവർ പറയും ഒന്നും സംഭവിച്ചില്ല എന്ന്. അപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകുന്നില്ല, കാരണം ആ ഒരു നിമിഷത്തിൻ്റെ ആവേശ തേരിൽ നമ്മെ സഞ്ചരിപ്പിക്കാൻ വാക്കുകളുണ്ടല്ലോ, ഒരു ഇന്ദ്രജാലമല്ലേ അത്. അവിടെ ഞാൻ പറഞ്ഞത് ഭാഷയുടെ വശീകരണ ശക്തി, അതിൻ്റെ ക്ഷമത, അത് പ്രയോഗിക്കുമ്പോഴുള്ള ഉച്ചാരണത്തിൻ്റെ സൗന്ദര്യം, അർത്ഥശാസ്ത്രം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു ആകാശവാണി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എപ്പോഴും അത് സർഗാത്മകമായിരിക്കും. ഏകപക്ഷീയമായിട്ട് നമുക്കിങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു തലത്തിലല്ല നമ്മുടെ ഒരു പ്രക്ഷേപണമോ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതോ നടക്കുന്നത്. അവിടെ നമ്മളുടെയും കൂടി ഒരു പങ്കുചേരലുണ്ട്. അതാണ് റേഡിയോ അന്നും ഇന്നും നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണം. അതുകൊണ്ട് തന്നെ ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ റേഡിയോ, നമുക്കറിയാം, റേഡിയോ ഓരോ മാധ്യമത്തിൻ്റെ ഓരോ ഡിജിറ്റൽ പുതിയ പുതിയ കാര്യങ്ങൾ വരും. ഇപ്പോൾ മൊബൈലിൻ്റെ കൂടെ ഉണ്ട്, ഇല്ലേ, നമുക്ക് കാറിലുണ്ട്, അടുക്കളയിലുണ്ട്. എന്നുവെച്ചാൽ അവിടെയൊക്കെ നമുക്ക് കടന്നു ചെല്ലാനും അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കാനും ഈ മാധ്യമത്തിന് പറ്റുന്നു. അതിൻ്റെ ഒരു ലളിതവും വളരെ സുതാര്യവുമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ്. പിന്നെ ഇതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ എല്ലാ ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെയും. ഇന്ന് നമ്മൾ കാണുന്ന സ്വകാര്യ FM-കൾക്ക് വാർത്തകൾ അവതരിപ്പിക്കാനുള്ള അവകാശമില്ല. FM-കൾക്ക് ആ ഒരു റൈറ്റ് കൂടി കൊടുക്കണം, അല്ലേ? കൊടുത്താൽ ശരിയാകുമോ എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഈ ന്യൂ മീഡിയയിൽ പ്രചരിക്കുന്ന തരം വാർത്തകളായിരിക്കും സ്വകാര്യ റേഡിയോകൾക്ക് വാർത്തയ്ക്കുള്ള അനുവാദം കൂടി കൊടുത്താൽ സംഭവിക്കുക. അതുകൊണ്ട് അത് നമുക്ക് അല്പം കൂടി ഈ സ്വകാര്യ റേഡിയോ പക്വത ആർജിക്കാറുണ്ട്. അതിനുശേഷം അത് ആകാവുന്നതാണ്. കാരണം മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നതൊക്കെ വാർത്തയാണ്. അത് ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ മാത്രമായി, അല്ലെങ്കിൽ ആ സർക്കാർ സ്ഥാപനത്തിൻ്റെ കുത്തകയായി നിലനിർത്തുന്നത് ശരിയല്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അവിടെ ആർക്കും വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള അനുവാദം ഉണ്ടാകണം, അവസരമുണ്ടാവണം. പക്ഷെ അപ്പോൾ നല്ല നിലയിൽ അവർ പ്രവർത്തിക്കും, സത്യസന്ധമായി പ്രവർത്തിക്കും, വ്യാജ വാർത്തകൾ ഒഴിവാക്കപ്പെടും എന്നൊക്കെയുള്ള വിശ്വാസ്യതയും വിശ്വസനീയതയും ഈ സ്വകാര്യ റേഡിയോകൾക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകും എന്ന് ഉറപ്പുകൂടി വരുത്തേണ്ടി വരും. ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും കാണാം.